എൻ്റെ ചാനലിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നു. ഇന്നത്തെ ദിവസം ഞങ്ങൾ സ്നേഹതീരം എന്ന ഒരു കൊച്ചു ഭവനത്തിലായിരുന്നു. ഇന്നത്തെ രാവിലെ മുതൽ വൈകിട്ട് വരെ ആ സ്ഥാപനത്തിൽ ഞങ്ങൾ ചിലവഴിച്ച നിമിഷങ്ങൾ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളായിരുന്നു. അനാഥരെന്നോ സനാഥരെന്നോ അവരെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയില്ല. എങ്കിലും ജീവിതത്തിൻ്റെ ഏറ്റവും അസുലഭ മുഹൂർത്തങ്ങൾ ആ സമയം ഞങ്ങൾക്ക് സമ്മാനിക്കപ്പെട്ടു. ഞങ്ങളുടെ സുഹൃത്തുക്കളെല്ലാം ഈ ഒരു വേളയിൽ ഞങ്ങളോടൊപ്പം നിന്നു. ഇന്നല്ലെങ്കിൽ നാളെ നമുക്കും ഇതുപോലൊരു ഗതി വരാതെ ഇരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഏവർക്കും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഇങ്ങനെ ഈ ഒരു ഉദ്യമത്തിന് അവസരം ലഭിച്ചതിൽ ഞങ്ങൾ തീർച്ചയായും സന്തുഷ്ടരാണ്. ഇതിനു വേണ്ടി പ്രവർത്തിച്ച ലയൺസ് ക്ലബ് ഓഫ് രാമനാട്ടുകരയുടെ എല്ലാ മെമ്പർമാർക്കും ഒരിക്കൽ കൂടി നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ഓരോരുത്തർക്കും പൂച്ചെണ്ടുകൾ അർപ്പിക്കുന്നു. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ ഭാരവാഹികളുമായി ചോദിച്ച് മനസ്സിലാക്കാം. നന്ദി. നമസ്കാരം. ഇന്ന് നമ്മളിവിടെ സ്നേഹതീരം വൃദ്ധസദനത്തിൽ വന്നിരിക്കുകയാണ്, ഫറൂഖ് കോളേജ്. കാരണം വല്ലാത്തൊരു അനുഭവമാണ് ശരിക്കും പറഞ്ഞാൽ. ഓരോ പ്രായം ചെന്ന അച്ഛനും അച്ഛന്മാർ നിൽക്കുന്ന അവരുടെ അനുഭവങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ ശരിക്കും വല്ലാത്തൊരു വിഷമമാണ്. ഇപ്പോഴത്തെ കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങളാണ്. അവരെ മക്കളും ഇതാണ് കണ്ടു പഠിക്കുന്നത്. ഓരോരുത്തർ അത്രയും കഷ്ടപ്പെട്ടിട്ട് വീട്ടിലെല്ലാം ഉണ്ടായിട്ട് പോലും ഞാൻ ഇപ്പോൾ ഒരാളായിട്ട് സംസാരിച്ചു. 13.5 സെൻറ്റ് സ്ഥലം, കോറി, വീട് എല്ലാം പുള്ളിയുടെ പേരിൽ ഇപ്പോഴും. പക്ഷെ വീട്ടിൽ നോക്കുന്നില്ല, ഉമ്മയും നോക്കുന്നില്ല, അല്ല ഭാര്യ നോക്കുന്നില്ല, മക്കൾ 3 പേരുണ്ട്, അവർ നോക്കുന്നില്ല. എന്നിട്ട് എറിഞ്ഞു പോകുന്നതാണ് പുള്ളി. ഇപ്പോഴത്തെ സമയം വളരെ മോശപ്പെട്ട സ്ഥലമാണ്. കഞ്ചാവ് കാര്യങ്ങൾ എല്ലാം മയക്കുമരുന്നിന് അടിമപ്പെട്ട് കഴിക്കുകയാണ് കുട്ടികൾ, അതും ചെറിയ മക്കളാണ്. നമ്മൾ അതിന് വേണ്ടിയിട്ട് മാക്സിമം എന്താ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ചെയ്യണം. നമ്മളിവിടെ ഇപ്പോൾ നടക്കുന്ന ഈ ഇതിന് ഏറ്റവും കൂടുതൽ മദ്യം മയക്കുമരുന്നും എല്ലാം തന്നെയാണ്. കാരണം ഇതിന് പ്രോത്സാഹനം ഇവിടെ കൂടുതലാണ്, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാം കൂടുതലാണ്. കാരണം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് സപ്പോർട്ടുകളാണ് ഏറ്റവും ആവശ്യം. ഇത് മദ്യം കാര്യങ്ങളൊക്കെ കാലക്രമേണ നിർത്തിക്കൊണ്ടിരിക്കണം. നിന്ന് കഴിഞ്ഞാൽ തന്നെ ഇതിനുള്ളൊരു കിട്ടുള്ളൂ. അപ്പം അതിനെക്കാട്ടി വലിയ കാര്യങ്ങളാണ് MDMAയും മയക്കുമരുന്നും കഞ്ചാവും കാര്യങ്ങളും. ഡെയിലി പത്രത്തിലും ന്യൂസിലും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണുന്നത് ഈ ഒറ്റ കാര്യമുള്ളൂ. എന്നും ഒരാൾ മരണപ്പെടാത്ത ദിവസം കുറവാണ്. സ്ക്രോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് രാത്രി 10 മണിക്കാണെങ്കിലും ന്യൂസ് വെച്ച് കഴിഞ്ഞാൽ ഒരാളെങ്കിലും ഒരു ദിവസം ഉണ്ടായിരിക്കും തലയ്ക്കടിച്ചു കൊന്നതും അതും ഇതൊക്കെ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് കാരണം അധ്യാപകരെ പേടില്ല, ഏറ്റവും വലിയൊരു കാര്യം. പണ്ട് വടിയെടുത്ത് പഠിപ്പിക്കുന്ന സമയത്ത് ആ ഒരു പേടിയുണ്ടായിരുന്നു. നമ്മളൊക്കെ പഠിച്ച കാലത്തുള്ള അധ്യാപകരെന്ന് പറഞ്ഞാൽ നമുക്ക് ബഹുമാനമുണ്ട്. ഇപ്പോഴത്തെ മക്കൾക്ക് അതില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതാദ്യം ഉണ്ടാക്കേണ്ടത് സ്കൂളിൽ നിന്ന് തന്നെയാണ് ശരിക്കും. അതിന് ബോധവൽക്കരണം കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ ലയൺസ് ക്ലബ് ഓഫ് രാമനാട്ടുകരയുടെ കീഴിൽ പ്രോഗ്രാമുകൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതാണ് ഇനിയത്തെ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. അത് തന്നെയാണ് ഈ സ്നേഹതീരം ഭവനം എന്നുള്ള ഈ ഒരു കേന്ദ്രം വാർദ്ധക്യകാലത്ത് ഒറ്റപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്ക് സംരക്ഷണം നൽകുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെയുള്ള അന്തേവാസികളായിട്ട് പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. സമൂഹത്തിൽ വളരെയധികം ഉന്നതിയിൽ നിന്ന് പലരുമാണ് ഇപ്പോൾ ഇവിടെ അന്തേവാസികളായിട്ട് കഴിയുന്നത്. അപ്പം നമ്മൾ ഓരോ ആളുകളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ സമൂഹത്തിലോ അല്ലെങ്കിൽ നമ്മൾ സ്ഥാനമാനങ്ങൾ കൊണ്ടോ വളരെ ഉന്നതിയിലാണെങ്കിലും നമ്മൾക്ക് ഓരോരുത്തരും ഇതുപോലെ ഒരു
സ്ഥിതിഗതികൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യമാണ്. അപ്പം അതിന് തടയിടാനായിട്ടുള്ള നടപടികളും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ സമൂഹത്തിൽ ബോധവൽക്കരണ ക്ലാസ്സുകളും മറ്റും നൽകിക്കൊണ്ട് പുതിയ തലമുറയ്ക്ക് നമ്മൾ എത്തിക്കണം. ഇല്ലെങ്കിൽ ഇതുപോലെ ഇപ്പോഴും ഞാനൊക്കെ നല്ല ഉയർന്ന സ്ഥാനങ്ങളിലാണ് ഇരിക്കുന്നത്, എനിക്കൊന്നും ഇങ്ങനെ ഒരു ഗതി വരില്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾക്കൊക്കെ അതൊരു വിദ്യാധാരണ മാത്രമാണ്. എപ്പോഴും ആർക്കും ഇത് സംഭവിക്കാം. അപ്പം ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാനുള്ള നടപടികളായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അത് പാഠ്യേതര ക്ലാസ്സുകളിലായാലും വരുന്ന തലമുറയിലായാലും ഇത്തരം ബോധവൽക്കരണങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. എനിക്ക് പറഞ്ഞാൽ ഇവരുടെ ആ ക്യാപ്ഷൻ തന്നെ നല്ലൊരു ക്യാപ്ഷനാണ്. സ്നേഹതീരം വഴി ഭവനത്തിലേക്ക് ഇത്. അതായത് ഇവിടെ വന്ന് കൂടാനല്ല അവരുദ്ദേശിക്കുന്നത്. ഇവിടെ വന്നിട്ട് സാന്ത്വനം നിന്നിട്ട് കിട്ടിയതിന് ശേഷം സ്നേഹതീരം വഴി നേരെ അവരുടെ കുടുംബത്തിലെത്തിക്കുക എന്നുള്ളൊരു ഇതാണ്. അത് നല്ലൊരു കാഴ്ചപ്പാടാണ്. പക്ഷെ അവർ പറഞ്ഞൊരു 40% വിജയിച്ചിട്ടുള്ളൂ അവർ പറയുന്നത്. കാരണം ഇവിടെ വന്ന ആൾക്കാർ മക്കൾ കൂട്ടിക്കൊണ്ടുപോകില്ല, പിന്നെ മക്കളായി സംസാരിക്കുന്നുണ്ട് അവർ ഓരോ സ്ഥലത്ത് പോയിട്ട്. അപ്പോൾ നമ്മളിവിടെ വന്ന സമയത്ത് ഇവിടെ കുറേ ആളുകളെ കാണുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ഇവിടെയുള്ള ആളുകളൊക്കെ ഒരുപാട് ഒരു രീതി അല്ലെങ്കിൽ മറ്റു രീതിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ തരണം ചെയ്ത് വന്ന ആളുകളാണ്. പല രീതിയിൽ കബളിപ്പിക്കപ്പെട്ടിട്ടും സ്നേഹം കൊണ്ട് തോറ്റുപോയവരാണ് മുക്കാൽ ഭാഗവും. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ ഒരു സിസ്റ്റം നമുക്ക് തുടച്ചു മാറ്റേണ്ടതുണ്ട്. അത് എവിടുന്ന് തുടങ്ങണം, എന്താണ് നിർത്തലാക്കേണ്ടത്, എന്താണ് ഓപ്പൺ ആക്കേണ്ടതെന്ന് മനസ്സിലാവണില്ല. അതായത് വൃദ്ധസദനം പൂട്ടുക എന്നുള്ളതാണോ അല്ലെങ്കിൽ മക്കൾ സംരക്ഷിക്കുകയാണോ എന്നുള്ളത് മനസ്സിലാവണില്ല. ഞാനിപ്പം ഇവിടെ വന്നപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഞാൻ എൻ്റെ മകളെയും കൂടെ കൂട്ടി വീട്ടിൽ പോയി കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ മകളെ ഒന്ന് വിളിക്കാം. എന്താ ഇവിടെ വന്നിട്ട് തോന്നണത്? നീ ഇങ്ങനത്തെ ഒരു ലോകം കണ്ടിട്ടുണ്ടോ ഇതുവരെ? നിന്റെ ബർത്ത്ഡേക്കൊക്കെ ഞങ്ങള് മക്കളെ പിറന്നാളിനൊക്കെ ഞങ്ങൾ ഇതേമാതിരി സ്ഥലങ്ങളിലാണ് പോകാറ്. അപ്പോൾ ഇവള് പറഞ്ഞു ഞാൻ ചെറുപ്പത്തിൽ കുറെ കാലം നമ്മൾ കണ്ടിട്ടുണ്ടെന്നൊക്കെ. ബിരിയാണി അതൊക്കെ കൊടുക്കുക, ഭക്ഷണം കൊടുക്കാറില്ല. ഓക്കെ, എന്ത് തോന്നുന്നു? അവിടെ അവരോട് സംസാരിച്ചില്ലേ? സംസാരിച്ച വിഷമമുണ്ടോ അല്ലെങ്കിൽ എന്തേ തോന്നുന്നുണ്ടോ? ഒന്നും ചിന്തിച്ചില്ല. ഞാനിപ്പോ ഓരോ കൂടെ ഇവർക്കൊക്കെ ആളുകളുണ്ട്, മക്കളൊക്കെ ഉള്ള ആളുകളാ. ഇതൊക്കെ കണ്ടിട്ട് മോക്ക് എന്ത് തോന്നുന്നു? എനിക്ക് പ്രത്യേകിച്ചൊരു ഫീലിങ് എന്താ അറിയില്ല, വേണ്ടില്ല അറിയില്ല, എങ്ങനെ പറയണ്ട അറിയില്ല, ഒരു പ്രത്യേക ഫീല്. സ്ഥാപനം ഫാറൂഖ് കോളേജിനടുത്ത് പരുത്തിപ്പാറ എന്ന സ്ഥലത്താണ്. കോഴിക്കോട് ജില്ലയിലെ നമ്മുടെ മലപ്പുറം ജില്ലയുടെ ഒരു ബോർഡറിലാണ് രാമനാട്ടുകര മുനിസിപ്പാലിറ്റി. ആ മുനിസിപ്പാലിറ്റിയിൽ ഫാറൂഖ് കോളേജിനടുത്ത് പരുത്തിപ്പാറ എന്ന സ്ഥലത്താണ് സ്ഥാപനമുള്ളത്. ഇത് ഒരു വൃദ്ധസദനം എന്ന് പറഞ്ഞ് ചെറുതാക്കാനും വലുതാക്കാനും പറ്റിയ ഒരു സ്ഥാപനമല്ല. നമ്മൾ തീർത്തതൊരു ഡെസ്റ്റിറ്റ്യൂട്ട് സെൻ്ററാണ്. ആരോരും നോക്കാനില്ലാതെ തെരുവിലായിപ്പോയ, എന്നാലും മക്കളും കുടുംബങ്ങളും ഒക്കെ ഉണ്ടായിട്ടും തെരുവിലെത്തിപ്പെട്ടു പോയ ആളുകളെ അവരെ കൂട്ടിക്കൊണ്ടുവന്ന്, പോലീസ് മുഖാന്തരം കൂട്ടിക്കൊണ്ടുവന്ന് അവരെ സംരക്ഷിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഇവരെ കുടുംബത്തെ കണ്ടെത്തി, അല്ലെങ്കിൽ മക്കളെ കണ്ടെത്തി, അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളെ കണ്ടെത്തി
അവരുമായി സംസാരിച്ച് സാധിക്കുന്ന ആളുകളെ അവരുടെ സ്വന്തം വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തിക്കുന്ന ഒരു ജോലി കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 2019 മുതൽ ഈ ഒരു കാലയളവിൽ നമ്മൾ തെരുവിൽ നിന്ന് സ്നേഹതീരം വഴി വീട്ടിലേക്ക് എത്തിച്ചത് 56 പേരെയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ടുവന്നതിൻ്റെ ഒരു 40% നമുക്ക് വീട്ടിലെത്തിക്കാൻ സാധിച്ചിട്ടുള്ളൂ. എന്നാൽ പരമായി നമ്മുടെ ലക്ഷ്യം അതാണ്, തെരുവിൽ നിന്ന് സ്നേഹതീരം വഴി സ്വഭവനത്തിലേക്ക് എന്ന ഒരു മുദ്രാവാക്യമാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത്. ഇവിടെ തെരുവ് എന്ന് പറയുമ്പോൾ നമ്മൾ കരുതും സാധാരണക്കാർ, ഒന്നും അറിയാത്ത ആളുകൾ, വിവരമില്ലാത്ത ആളുകൾ, അല്ലെങ്കിൽ വിദ്യാഭ്യാസമില്ലാത്തവർ, സാമ്പത്തിക ചുറ്റുപാടില്ലാത്തവർ എന്നൊക്കെ നമ്മൾ കരുതാറുണ്ട്. പക്ഷേ തെരുവുള്ള ആളുകളിൽ ഒരു 80% ഞാൻ ഈ പറഞ്ഞ എല്ലാ സംവിധാനങ്ങളും ഉള്ള ആളുകളാണ്. അവരെ ഒരു പക്ഷേ അവർ മക്കളെ നന്നാക്കി നോക്കിപ്പോയി എന്ന ഒരു കാരണം കൊണ്ട് തെരുവിലായി പോയതാണ്, അല്ലെങ്കിൽ ഉള്ള സ്വത്ത് വിറ്റ് മക്കളെ കെട്ടിച്ചു പോയി എന്ന കാരണം കൊണ്ട് തെരുവിലായതുണ്ട്. മക്കളെ നല്ല വിദ്യ കൊടുത്ത് സമ്പാദിച്ച് അവരെ വലിയ ജോലിയിലേക്ക് എത്തിപ്പെട്ട് എന്ന ആ ഒരു കാരണം കൊണ്ട് തെരുവിലായി പോയതുണ്ട്. എന്നാൽ ചുരുക്കം ആളുകളൊക്കെ ഈ ആളുകളുടെ, അതായത് ഈ അച്ഛന്മാരുടെ അല്ലെങ്കിൽ ഉപ്പമാരുടെ ചീത്ത സ്വഭാവങ്ങൾ കൊണ്ട് തെരുവിലായി പോയതുമുണ്ട്. പക്ഷെ നമ്മൾ പറയുന്നത് എന്തൊക്കെയാണെങ്കിലും നമ്മുടെ മാതാപിതാക്കളെ ചേർത്ത് പിടിക്കേണ്ട ഉത്തരവാദിത്വം മക്കൾക്കാണ്. അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളോട് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം മക്കൾക്കാണ്. എപ്പോഴും നമ്മൾ ഇവിടെ വരുന്ന എല്ലാ മക്കളോടും പറയുന്നത് അതാണ്. അപ്പോൾ ഇത് ഇല്ലാത്തത് കൊണ്ട്, അതായത് മാതാപിതാക്കളെ ചേർത്ത് പിടിക്കാത്തത് കൊണ്ട് ഒറ്റപ്പെട്ടു പോകുന്ന വാർദ്ധക്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇവരെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നാൽ ഇവരെ കുടുംബത്തെ കണ്ടെത്താൻ വേണ്ടി ഇവരെ കൂട്ടിക്കൊണ്ടുവരുന്ന സമയത്ത് താടിയും മുടിയൊക്കെ നീണ്ട ഒരു കണ്ടാൽ മനസ്സിലാവാത്ത ഒരു അവസ്ഥയിലാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഇവരുടെ താടിയും മുടിയൊക്കെ വെട്ടി വൃത്തിയാക്കിയിട്ട് നമ്മൾ ചെറിയൊരു ഫോട്ടോ തയ്യാറാക്കിയിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് വിടാറുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തെ കണ്ടെത്തണം, മക്കളെ കണ്ടെത്തണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മൾ ബന്ധപ്പെട്ട് നമ്മൾ ആ കുടുംബത്തെ കണ്ടെത്തി മക്കളുമായി സംസാരിച്ച് മക്കളോട് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. പിന്നെ എന്തൊക്കെ മാതാപിതാക്കളെടുത്ത് പോരായ്മകളുണ്ടെങ്കിലും നമ്മളാണ് അവരോട് ക്ഷമിക്കേണ്ടതും പൊറുക്കേണ്ടതും. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ആ ഒരു വാർദ്ധക്യം, ആയുസ്സുണ്ടെങ്കിൽ 100% വാർദ്ധക്യം നമ്മൾ പിടികൂടും. നമ്മുടെ വാർദ്ധക്യത്തിൽ നമ്മുടെ സ്വഭാവം എന്താണെന്ന് നമുക്ക് പ്രവചിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ സംരക്ഷിച്ചാൽ, അവരോട് നമ്മൾ ക്ഷമിച്ചാൽ, അവരോട് നമ്മൾ പൊറുത്താൽ, നാളെ നമ്മുടെ വാർദ്ധക്യത്തിൽ ആരും നമ്മളെ നോക്കാനില്ലെങ്കിലും പ്രകൃതി നമ്മൾ നോക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതാണ് നമ്മൾ മക്കൾക്ക് കൊടുക്കുന്ന വലിയ ഒരു നിർദ്ദേശം. അത് പറഞ്ഞു കൊടുത്ത് അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് രമ്യമായി പരിഹരിച്ച് നമ്മൾ ഇവരെ പരമാവധി കുടുംബത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു സംവിധാനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഇവരെ മക്കളിവിടെ വന്ന് സംസാരിച്ച് ഞാൻ എൻ്റെ അച്ഛനെ കൂട്ടിക്കൊണ്ടു പോവാം എന്ന് പറഞ്ഞാൽ മാത്രം നമുക്കവരെ കൂടെ അയക്കാൻ പറ്റുന്നില്ല. നിയമപരമായിട്ട് കുറച്ച് പേപ്പറുകളൊക്കെ റെഡിയാക്കാനാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഇവർക്ക് കൃത്യമായ കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്. മാതാപിതാക്കൾക്കും മക്കൾക്കും കൃത്യമായ കൗൺസിലിംഗ് കൊടുത്ത് മാതാപിതാക്കൾ എപ്പോഴും മക്കളോടൊപ്പം താമസിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് മക്കൾക്ക് ഒരു അവയർനെസ് കൊടുത്തിട്ട് ആണ് ഇവരെ നമ്മൾ പറഞ്ഞയക്കുന്നത്. ഈ തെരുവിലുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നല്ല വിദ്യാസമ്പന്നരായ ഒരുപാട് ആളുകൾ തെരുവിലുണ്ട്. നല്ല വിദ്യാസമ്പന്നർ, അതിൽ ഡോക്ടർമാരുണ്ട്, നഴ്സുമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്. നമ്മുടെ ഈ സ്ഥാപനത്തിൽ തന്നെ 2 എഞ്ചിനീയർമാർ ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. അതുപോലെ തന്നെ സ്വന്തമായിട്ട് സ്കൂൾ നടത്തിയിരുന്ന എറണാകുളം ജില്ലയിൽ പറവൂർ എന്ന സ്ഥലത്ത് സ്വന്തമായിട്ട് സ്കൂളിൽ നടത്തിയിരുന്ന ആ സ്കൂളിൻ്റെ MD അദ്ദേഹം ഇവിടെ ഉണ്ട്. തെരുവിൽ നിന്ന് കിട്ടിയതാണ് നമുക്ക്. അദ്ദേഹത്തിൻ്റെ മക്കളുമായി നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അത് നമുക്ക് അവരെ വീട്ടിലെത്തിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇവരൊക്കെ ചെയ്ത തെറ്റെന്താണെന്ന് വെച്ചാൽ ഇവരുടെ സ്വത്ത്, ഇവരുടെ അധ്വാനം, ഇവരുടെ ജീവിതമൊക്കെ മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ച് എന്നുള്ളതാണ്. നമ്മൾ ഈ സ്ഥാപനം നടന്നു പോകുന്നത് ഇതിൻ്റെ 10 അംഗ ട്രസ്റ്റാണ്. സ്നേഹതീരം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് സ്നേഹതീരം ഭവനം ഓൾഡ് ഏജ് ഹോം, ഈ ഒരു ട്രസ്റ്റാണ് നമ്മൾ ഈ സ്ഥാപനത്തെ മുന്നോട്ട് നയിക്കുന്നത്. ഇതിൻ്റെ ദൈനംദിന ചെലവെന്ന് പറയുന്നത് മനസ്സുകളായ ആളുകൾ തരുന്ന സഹായം മാത്രമാണ്. പ്രത്യേകിച്ചിട്ട് ഇതിനൊരു സ്ഥിര വരുമാനങ്ങളൊന്നുമില്ല. നമുക്കറിയാം, പിന്നെ ലയൺസ് ക്ലബിനെ പോലുള്ള ഒരുപാട് ക്ലബ്ബുകളും സംഘടനകളും ഒക്കെ നമ്മളെ സ്ഥാപനത്തിലേക്ക് വന്ന് ഇവിടെ പ്രോഗ്രാം നടത്തുന്ന ഇവർക്ക് എന്തെങ്കിലും എൻജോയ് കളിക്കാനും തമാശക്കും ഒക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് ഇവരോടൊപ്പം ആടിയും പാടിയും ഒക്കെ ഒരു ദിവസം ചെലവഴിക്കുകയും അന്നത്തെ ഇവിടുത്തെ ഭക്ഷണത്തിന് ആവശ്യമായ കാര്യങ്ങളൊക്കെ നമ്മോട് സഹകരിച്ച് നമുക്ക് തന്ന് സാമ്പത്തികമായിട്ടും അല്ലാതെ നമ്മൾ സഹായിച്ചത് കൊണ്ടാണ് നമ്മൾ ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ജനങ്ങളുടെ സഹായം കൊണ്ട് മാത്രമാണ്.
അല്ലാത്ത വരുമാനങ്ങളൊന്നുമില്ല. നമുക്കതോടൊപ്പം തന്നെ നമ്മുടെ ഇത്തരത്തിലുള്ള ക്ലബ്ബുകളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പ്രത്യേകം അവരോട് പറയാനുള്ളതും ഇതാണ്. മാതാപിതാക്കളെ നോക്കേണ്ട ആവശ്യകതയെക്കുറിച്ചാണ് നമ്മൾ ഈ ക്ലബ്ബിലെ അംഗങ്ങളോടും ആളുകളോടൊക്കെ നമുക്ക് പറയാനുള്ളതും ഇതൊക്കെ തന്നെയാണ്. ഇവിടെ നമ്മൾ ഒരു സംഘടന ആയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചാരിറ്റബിൾ ട്രസ്റ്റുമായിട്ടോ ടൈപ്പ് ചെയ്തിട്ടുള്ള ഒരു പ്രവർത്തനം ഇതുവരെ നടക്കുന്നില്ല. എന്നാൽ പല ആളുകളും നമ്മളെ സഹായിക്കാൻ വേണ്ടി ഇവിടെ വരുന്നുണ്ട്. നമ്മുടെ ഈ സ്ഥാപനത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് ഇത് മുമ്പൊക്കെ ആദ്യം കേൾക്കുന്നവരൊക്കെ ഇതൊരു വൃദ്ധസദനാണ്, മക്കൾ കൊണ്ടാക്കുന്ന സ്ഥാപനം എന്നുള്ള ഒരു ചിത്രം നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പോഴാണ് ഇത് മക്കൾ കൊണ്ടുപോയാക്കുന്ന സ്ഥാപനമല്ല എന്ന ആളുകൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അവർ സഹായിക്കാൻ തയ്യാറാകുന്നുണ്ട്. അത് ഭക്ഷണമായിട്ട് സഹായിക്കുന്നവരുണ്ട്, ഫുഡ് മെറ്റീരിയൽ തന്നുകൊണ്ട് സഹായിക്കുന്ന ആളുകളുണ്ട്. നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് ഇവിടെ ഒരു ദിവസത്തെ ചിലവെന്ന് പറയുന്നത്, ഒരു ദിവസം നമുക്ക് 10,000 രൂപ നമുക്ക് ചിലവ് വരുന്നു, മെഡിസിൻ അടക്കം ചിലവ് വരുന്നു. അത് നമുക്ക് പിന്നെ ഓരോരുത്തരും സാധിക്കുന്ന രാവിലത്തെ ഭക്ഷണം മാത്രം തന്ന് സഹായിക്കുന്നവരുണ്ട്, ഉച്ചക്കുള്ള ഭക്ഷണം തന്ന് സഹായിക്കുന്നവരുണ്ട്. പിന്നെ മെഡിസിൻ, നമുക്ക് എന്ത് മെഡിസിനാണ് വേണ്ടത് എന്ന് ചോദിച്ചിട്ട് മെഡിസിൻ തന്ന് സഹായിക്കുന്ന ആളുകളുണ്ട്, സാമ്പത്തികം തന്ന് സഹായിക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെ ഈ രൂപത്തിലുള്ള സഹായങ്ങളാണ് ഇതിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനം വിജയിക്കാനുണ്ടായ കാരണം. നമ്മൾ ഈ സ്ഥാപനം ഒരു സുപ്രഭാതത്തിൽ ഒരു ഓൾഡ് ഏജ് ഹോം തുടങ്ങിയതല്ല. നേരത്തെ ചെറിയ സംഘങ്ങളായിട്ട് തെരുവിലൊക്കെ ഫുഡ് കൊടുക്കുന്നവരും തെരുവിലുള്ള ആളുകൾക്ക് വസ്ത്രം കൊടുക്കുന്നവരും ഒക്കെ ആയിട്ട് ഇങ്ങനെ ചെറിയ സോഷ്യൽ വർക്ക് ചെയ്ത് വരുന്ന ആളുകളായിരുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ ഈ നമുക്കറിയാം കോഴിക്കോടൊക്കെ ഒരുപാട് ആളുകൾ വർദ്ധിച്ചു വന്ന സമയത്ത് നമ്മൾ അവരെ 1-2 ആളുകളെ ഒരു സ്ഥാപനത്തിൽ ഒരു വാടക വീട്ടിൽ കൊണ്ടാക്കി അവരെ റിക്കവർ ചെയ്യുന്ന സംവിധാനത്തെക്കുറിച്ച് ആലോചിച്ചു. അതിന് കൃത്യമായിട്ട് കോഴിക്കോട് ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിയിലെ വളണ്ടിയർമാരുടെ വലിയ ഒരു സഹായം നമുക്കതിലുണ്ടായി. വലിയൊരു ഉപദേശം, ഇത് നിങ്ങൾ അവരെ കൂട്ടിക്കൊണ്ടുവന്ന് റിക്കവർ ചെയ്താലുണ്ടാകുന്ന വലിയൊരു പുണ്യത്തെക്കുറിച്ച് അവർ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ 3-4 പേരെ കൊണ്ട് താമസിപ്പിച്ചു. അത് പിന്നീട് എണ്ണം കൂടുതലായി. നമുക്ക് എടുത്ത വാടക വീട്ടിൽ അവരെ താമസിപ്പിച്ച് നോക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അങ്ങനെ നമ്മൾ ഫാറൂഖ് കോളേജിനടുത്തുള്ള ഒരു സ്ഥലത്തേക്ക് മാറി. അവിടെ നമ്മൾ നിൽക്കുന്ന സമയത്താണ് കൊറോണ വന്നിരിക്കുന്നത്. കൊറോണ വന്ന് വല്ലാതെ പ്രയാസപ്പെട്ടപ്പോൾ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥ വന്നിരുന്നു. ഈ സമയത്താണ് ഈ കോയ ആൻഡ് കമ്പനി, അതായത് ഹൈദരാബാദ് ബേസ് ചെയ്തിട്ടുള്ള കോയ ആൻഡ് കമ്പനിയുടെ അവിടുത്തെ സ്റ്റാഫ്, അവിടുത്തെ പ്രസിഡന്റ്, അതുപോലത്തെ അതിൻ്റെ MD ഒക്കെ നമ്മുടെ സ്ഥാപനം സന്ദർശിച്ചു, ആ വാടക വീട് സന്ദർശിച്ചു. അവരോട് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു, നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ നമുക്കിങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടാക്കിയതാണ് ഈ കാണുന്ന 6000-ഓളം സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വലിയ ഒരു സ്ഥാപനം. അങ്ങനെ ഒരു ഘട്ടമായിട്ട് ഈ വൃദ്ധസദനമായിട്ട് മാറിയതാണ്, ഒരു സുപ്രഭാതത്തിൽ ആയതല്ല.